കാണാൻ പണക്കിഴി പോലെ ഇരിക്കുന്ന ഈ ഒരു മലബാർ സ്പെഷ്യൽ പലഹാരത്തിന്റെ പേരാണ് തുർക്കിപ്പത്തിരി. കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ആദ്യം തന്നെ തുർക്കിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം പൊടികളും കൂടി ചേർത്ത് അതിന്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത ചിക്കനും പാകത്തിനൊപ്പം മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ മാറ്റിവെക്കാം. ഇനി പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. മൈദപ്പൊടിയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ലാസ്റ്റ് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് നല്ല മയത്തിൽ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഓരോ ഉരുള മാവെടുത്ത് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നടുക്കായിട്ട് ആവശ്യത്തിന് ചിക്കൻ മസാലയും ഒരു പുഴുങ്ങിയ മുട്ടയുടെ പകുതിയും വെച്ചു കൊടുക്കാം. ഇനി ഈ മാവ് മുകളിലേക്ക് മടക്കി സാരി ഞൊറിയുന്നത് പോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കണം. അപ്പൊ ഇതൊരു പണക്കിയുടെ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഫില്ലിങ് പുറത്തേക്ക് വരാതെ മുകൾ ഭാഗം ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടി ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് ഫുഡ് കളർ ചേർത്തിട്ടുള്ള മാവ് കൊണ്ട് ഞാനൊരു റിബൺ കൂടി വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തുർക്കിപ്പത്തിരി എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ പാരിസൺ സദതി റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് ഈ ഒരു തുർക്കിപ്പത്തിരി ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലാവുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പത്തിരി ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തും തലകീയായി ഇട്ടും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം.